ഹലോ കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ കഥ കേൾക്കാം. ഒരു കോഴക്കട്ടയുടെ കഥ. കോഴക്കട്ടയും എലിക്കുട്ടിയും. അപ്പോൾ തുടങ്ങാം. നിങ്ങൾക്ക് എത്ര പേർക്ക് കോഴക്കട്ട ഇഷ്ടമാണ്? നിങ്ങളത് കഴിക്കാറുണ്ടോ? കോഴക്കട്ട വലിയ ഇഷ്ടമൊന്നുമില്ല. ബർഗർ ആണെങ്കിൽ കഴിക്കാം അല്ലേ? എന്നാൽ എങ്ങനെയാണ് കോഴക്കട്ട ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാവോ? ആദ്യം അരിപ്പൊടി എടുത്ത് അതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മയപ്പെടുത്തി കുഴച്ച് വെക്കും. എന്നിട്ട് അത് വലിയ ഉരുളകളാക്കി എടുത്തു വെക്കും. ഇനി ഉരുളയ്ക്കകത്ത് എന്താ നമ്മൾ നിറയ്ക്കുന്നത്? ശർക്കരയും തേങ്ങയും ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ലൊരു മിശ്രിതം ഉണ്ടാക്കി കുഴക്കട്ടയ്ക്കകത്തേക്ക് വെച്ചിട്ട് അത് നല്ലപോലെ ഉരുട്ടിയെടുത്ത് പുഴുങ്ങിയെടുക്കും. അതുപോലെ ഒരിടത്തൊരിടത്ത് ഒരമ്മ ഒരു ദിവസം കുഴക്കട്ട ഉണ്ടാക്കാമെന്ന് വെച്ചു. എന്നിട്ട് 7 കുഴക്കട്ട ഉണ്ടാക്കി. ഈ 7 കുഴക്കട്ട എന്തുകൊണ്ടാണ് ഉണ്ടാക്കി വെച്ചതെന്നറിയോ? അവർക്ക് 7 മക്കളാണ് ഉണ്ടായിരുന്നേ. എല്ലാം നല്ല ഒന്നാന്തരം കുസൃതി കുട്ടികൾ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എപ്പോഴും വിശപ്പാന്ന് പറയുന്നതിന് അമ്മ വിചാരിച്ചു ഇന്ന് കുഴക്കട്ട ഉണ്ടാക്കി വെക്കാം, എല്ലാവരും വന്ന് കഴിച്ചോളും, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചോളും. പക്ഷേ 7 ആദ്യം പുഴുങ്ങി വെച്ചു. അപ്പോൾ ഈ മക്കളുടെ പേരെന്തുവാണെന്നറിയോ? കേശു, പാച്ചു, അപ്പു, കുട്ടു, ഋതു, കല്ലു, അമ്മു. അതിലൊറ്റ പെൺകുട്ടിയുള്ളായിരുന്നു, അമ്മു. അപ്പോൾ ഒരു ദിവസം കുഴക്കട്ട ഉണ്ടാക്കി വെച്ചതിന് ശേഷം അമ്മ വിചാരിച്ചു ഉച്ചയ്ക്ക് മുമ്പ് എന്തെങ്കിലും പച്ചക്കറി മേടിച്ചുകൊണ്ട് വരാം. അതുകൊണ്ട് പച്ചക്കറി മേടിക്കാൻ കടയിൽ പോകുന്നതിന് മുമ്പ് അമ്മ മക്കളെ എല്ലാം വിളിച്ചു. മക്കളെ ഇങ്ങോട്ടൊന്ന് വന്നേ. അപ്പോൾ എല്ലാവരും ഓടിയെത്തി. കുഴക്കട്ട കൊടുക്കാനാന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനേ കടയിലോട്ട് പോവുക, നിങ്ങൾ വഴക്കൊന്നും ഇടരുത്. ഞാൻ കുഴക്കട്ട ഉണ്ടാക്കി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ ഭയങ്കര ചൂടാ, ഇപ്പം അത് കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ തിരിച്ചു വന്നിട്ട് എല്ലാവർക്കും തരാം കേട്ടോ. ശരി, എല്ലാവരും തല കുലുക്കി സമ്മതിച്ചു. അമ്മ നേരെ പച്ചക്കറി മേടിക്കാനെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. അമ്മ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൂത്ത ആളില്ലേ കേശു പതുക്കെ വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും മുറിയിൽ പോയിരുന്ന് പഠിക്ക്. അമ്മ വരുമ്പോഴത്തേക്കും പഠിക്കുവാണെങ്കിൽ നമുക്കൊക്കെ അമ്മ പുതിയ സാധനം എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരും. ശരി, എല്ലാവരും മുറിയിൽ പോയി. പക്ഷേ ഈ കേശു എന്ത് ചെയ്തെന്നറിയോ? പതുക്കെ പമ്മി വന്നു. അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി നേരെ അടുക്കളയിലേക്ക് വെച്ചു പിടിച്ചു. അടുക്കളയുടെ അവിടെ എത്തി. അടുക്കളയ്ക്കകത്തേക്ക് കയറിയപ്പോൾ നല്ല കൊഴുക്കട്ടയുടെ മണം. കേശുവിന് സഹിക്കാൻ പറ്റിയില്ല. കേശു അവിടെ ചെന്ന് കുഴക്കട്ട വെച്ചിരിക്കുന്ന പാത്രം അങ്ങോട്ട് തുറന്നു. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു കുഴക്കട്ട എടുത്ത് പതുക്കെ വായിലാത്തോട്ടിട്ട് എന്നും പറഞ്ഞ് അങ്ങോട്ട് ചവച്ചിറക്കി. കേശു എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ മുറിയിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാച്ചു ഇങ്ങോട്ട് വന്നു. പാച്ചുവും പതുക്കെ അങ്ങോട്ട് ചെന്ന് ഒരു പാത്രത്തിനകത്തോട്ട് കുഴക്കട്ട ആദ്യം പാത്രം എടുത്തു. എന്നിട്ട് വിചാരിച്ചു, അയ്യോ വേണ്ട പാത്രമൊക്കെ എടുത്ത സമയമില്ല, ആരെങ്കിലും കണ്ടാലോ. അപ്പോൾ നേരെ കുഴക്കട്ട പാത്രത്തിനകത്തോട്ട് കൈയിട്ടിട്ട് ഒരു കുഴക്കട്ട എടുത്തിട്ട് വായിക്കകത്തോട്ടിട്ടിട്ട് എന്നും പറഞ്ഞ് അങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പു വന്നു. അപ്പവും പിന്നെ മോശമുണ്ട്. അപ്പു ഭയങ്കര കുസൃതിയാണ്. അങ്ങോട്ട് ഓടി റോക്കറ്റ് പോലെ അങ്ങോട്ട് വന്നു. പാത്രം അങ്ങോട്ട് തുറന്നു. റോക്കറ്റ് പോലെ കൊടുക്കട്ടെ എടുത്തു. നേരെ വായിക്കാത്തോട്ടിട്ട് ഒറ്റ തീറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഋതു വന്നു. ഋതു അങ്ങോട്ട് ചെന്ന് പാത്രം തുറന്നു, കുഴക്കട്ട എടുത്തു, വായിക്കാത്തോട്ടിട്ടു. ഒറ്റ കഴിപ്പ്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കുട്ടു വന്നത്. കുട്ടു പിന്നെ അങ്ങനെ വലിയ ബഹളമൊന്നുമില്ല. പക്ഷേ കുഴക്കട്ടയുടെ മണം കുട്ടുവിന് സഹിക്കാൻ പറ്റിയില്ല. കഴിച്ചേ പറ്റത്തുള്ളൂ. കുട്ടു ഓടിയെത്തി കുഴക്കട്ട പാത്രത്തിനകത്തുനിന്ന് ഒരു കുഴക്കട്ട എടുത്തിട്ട് കഴിച്ചു. ഓടി മുറിയിൽ പോയി ഒന്നും അറിയാൻ മേലാത്തതുപോലെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കല്ലു വന്നു. കല്ലുവിനാണെങ്കിൽ എപ്പോഴും വിശപ്പാണ്. കല്ലു അങ്ങോട്ട് വന്ന് പാത്രം തുറന്നു. ഭയങ്കര മണമോ, എന്തൊരു നല്ല മണമായി കുഴക്കട്ടയ്ക്ക്. കല്ലു പതുക്കെ ഒരു കുഴക്കട്ട എടുത്തു വായിലങ്ങോട്ട് വെച്ച് പെട്ടെന്ന് അതിറക്കി. എന്നിട്ടും വിശപ്പ് തീരുന്നില്ല. കല്ലു അടുത്ത കുഴക്കട്ട എടുത്തു നേരെ വായിക്കകത്തോട്ട് വെച്ചു. ഉടനെ ഇറക്കി. സന്തോഷമായി. കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഓടിപ്പോയി. ഇനി അതിനകത്ത് കുഴക്കട്ടയുണ്ടോ? കുഴക്കട്ട തീർന്നു. ഇനി ഒരു അമ്മുക്കുഞ്ഞുണ്ട്. അമ്മുക്കുഞ്ഞിന് കുഴക്കട്ടയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മുക്കുഞ്ഞും പതുക്കെ തപ്പി വന്നു. അമ്മുക്കുഞ്ഞ് 3 വയസ്സേ ഉള്ളേ. അപ്പോൾ തപ്പി അവിടെ എത്തി. എന്നിട്ട് കുഴക്കട്ട പാത്രത്തിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് വലിഞ്ഞ് കയറി അതിൽ. എന്നിട്ട് കുഴക്കട്ട പാത്രം മാറ്റി ഇങ്ങനെ കൈ അകത്തോട്ട് ഇടാൻ പോവുകയും
ടപ്പേന്ന് കറണ്ട് പോയി. അമ്മു എന്നൊരു അയ്യോ എന്നൊരു ശബ്ദം. അപ്പോഴാണ് നമ്മുടെ അമ്മ ഗേറ്റിൻ്റെ അവിടെ വന്ന്. അമ്മുവിൻ്റെ ശബ്ദം അമ്മ കേട്ടു. പിന്നെ അമ്മ വിളിച്ചു ചോദിച്ചു, എന്താ പറ്റി അമ്മു? അപ്പോൾ അമ്മു കുഴക്കട്ട പാത്രത്തിനകത്തോട്ട് കൈയിട്ടു. കുഴക്കട്ട പാത്രത്തിനകത്ത് കൈയിട്ടപ്പോൾ എന്തോ ഒരു വെളുത്ത സാധനം കയ്യിൽ ഇങ്ങനെ കുടുങ്ങുന്നു. അപ്പം നോക്കിയപ്പോൾ അതിന് വായുണ്ട്. അമ്മ ഉടനെ വിളിച്ചു, അമ്മ കുഴക്കട്ടയ്ക്ക് വായുണ്ടോ അമ്മ? ഉടനെ അമ്മ പറഞ്ഞു, കുഴക്കട്ടയ്ക്ക് വായോ? എന്തോ അമ്മു നീ പറയുന്നത്? അമ്മ ഗേറ്റിലെത്തിയതേ ഉള്ളേ. അപ്പോൾ അമ്മ ചോദിച്ചു, കുഴക്കട്ടയ്ക്ക് പല്ലുണ്ടോ അമ്മ? കുഴക്കട്ടയ്ക്ക് പല്ലോ? കുഴക്കട്ടയ്ക്ക് പല്ലൊന്നും ഇല്ല അമ്മ പറഞ്ഞു. ഉടനെ അമ്മ പിന്നെയും ചോദിച്ചു, അമ്മ കുഴക്കട്ടയ്ക്ക് മൂക്കുണ്ടോ അമ്മ? ഉടനെ അമ്മ പറഞ്ഞു, കുഴക്കട്ടയ്ക്ക് മൂക്കില്ല അമ്മ, നിനക്ക് എന്ത് പറ്റി, എന്താ പ്രശ്നം? അപ്പോൾ അമ്മ ചോദിച്ചു, അമ്മ കുഴക്കട്ടയ്ക്ക് വാലുണ്ടോ അമ്മ? അമ്മ കുഴക്കട്ടയ്ക്ക് വാലോ? അതും പറഞ്ഞ് അമ്മ നേരെ അകത്തേക്ക് വന്നു. അമ്മ ഉടനെ തന്നെ ആ കുഴക്കട്ടയെന്ന് പറയുന്നിടത്ത് വായിക്കാത്തോട്ടിടുകയും കരണ്ട് വരികയും ഒരുപോലെ. അപ്പോഴത്തേക്ക് അമ്മ നോക്കിയപ്പോൾ അമ്മുവിൻ്റെ വായിക്കകത്തൊരു വാല് നീണ്ടു നിൽക്കുന്നു. അമ്മ എന്തോ അമ്മു ഇത്? അമ്മ നേരെ വന്ന് അമ്മുവിൻ്റെ വായിക്കകത്തൊന്ന് വാല് വലിക്കുക. അമ്മ മുടുക്കി പിടിച്ചിരിക്കുക. അമ്മ ഒരുമാതിരി വീട്ടിൽ തുറന്നു. അപ്പോൾ ഒരു എലിക്കുഞ്ഞ് എന്ന് പറഞ്ഞു. ഒരു എലിക്കുഞ്ഞ് ചാടിപ്പോന്ന് അമ്മ ഉടനെ ശബ്ദം എന്ന് പറഞ്ഞു. അമ്മയും ശബ്ദമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ ചോദിച്ചു, എന്തിനാ എൻ്റെ അമ്മ കുഞ്ഞേ നീ കാണിക്കുന്നത്? നിനക്ക് ഞാൻ നല്ല ഒന്നാന്തരം കുഴക്കട്ട ഉണ്ടാക്കി അലമാരി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അമ്മ അമ്മൂനെ എടുത്തുകൊണ്ട് പോയി വായെല്ലാം കഴുകി മുഖമെല്ലാം കഴുകി തിരിച്ചു കൊണ്ടുവന്ന് അലമാരി വെച്ചിരിക്കുന്ന ഭരണിക്കകത്തുനിന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുഴക്കട്ടയ്ക്കകത്തുനിന്ന് ഒരെണ്ണം എടുത്ത് അമ്മൂന് കൊടുത്തു. എന്നിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, നോക്ക് നിങ്ങൾക്ക് നിറച്ചു കുഴക്കട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആരും ബഹളം പിടിക്കണ്ട. എന്നിട്ട് എല്ലാവർക്കും വയറ് നിറച്ചു കുഴക്കട്ട കൊടുത്തു. ആ കുഴക്കട്ടയ്ക്ക് എന്തൊരു സ്വാദായിരുന്നു. എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് തുടിച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. എങ്ങനെയുണ്ട് നമ്മുടെ കുഴക്കട്ടയുടെ കഥ? അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത കഥയുമായിട്ട് അടുത്ത ആഴ്ച കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ.